CPIM സംസ്ഥാന സമ്മേളനത്തിന് ശേഷം അസാധാരണ പ്രതിഷേധമാണ് നേതാക്കളിൽ നിന്ന് ഉയരുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിലുള്ള പ്രതിഷേധം മാത്രമല്ല, വീണ ജോർജിനെ ക്ഷണിതാവാക്കിയതിലുള്ള രോഷം കൂടിയാണ് എ പത്മകുമാറിന്റെ പരസ്യ പ്രതികരണത്തിന് പ്രേരിപ്പിച്ചത്. പി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം അന്വേഷിക്കുകയാണ് ജയരാജൻ അനുകൂലികൾ. പാർട്ടി നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനം ഉൾക്കൊള്ളുന്ന മുതിർന്ന വനിതാ നേതാവ് സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാവുകയാണ്. MP രാജേഷിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിനെ ചൊല്ലിയും വിവാദം കനക്കുന്നു. TV പ്രസാദ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, വെൽക്കം ബാക്ക്. ആളുകൾ തുറന്നു പറയുന്നത്, അതും പാർട്ടി അച്ചടക്കത്തിന് അപ്പുറമാണ് തങ്ങളുടെ വാചകങ്ങൾ, പോസ്റ്റുകൾ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പലതും പറയുന്നത്, ഇനിയെങ്കിലും തിരുത്തുകയാണെങ്കിൽ തിരുത്തട്ടെ എന്നുകൂടി കരുതിയാണോ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അവരവരുടെ ഘടകങ്ങളിൽ പറഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പരസ്യമായി തന്നെ വിമർശിക്കാൻ തയ്യാറാകുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ നിന്ന് ഇന്നലെ വന്ന എ പത്മകുമാറിൻ്റെ പ്രതികരണമാണ് പാർട്ടി നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിയത്. യഥാർത്ഥത്തിൽ പത്മകുമാറൊക്കെ പറയുന്നത് പോലെ ഒരുപാട് വർഷത്തെ പാരമ്പര്യമൊക്കെ ഉള്ള നേതാവാണ്. അതിനിടയിലാണ് മാധ്യമപ്രവർത്തകയായ വീണ ജോർജിന് അവിടെ മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടുകയും MLA ആവുകയും പിന്നീട് മന്ത്രിയാവുകയും ചെയ്യുന്നത്. നേരത്തെ പ്രവർത്തന പരിചയമില്ലാത്ത വീണ ജോർജ് വെറും 9 വർഷത്തെ പാർലമെന്ററി രംഗത്തെ പരിചയം വെച്ചുകൊണ്ട് മാത്രം പാർട്ടിയുടെ ഏറ്റവും ഉന്നത കമ്മിറ്റിയിലേക്ക്, അത് ക്ഷണിതാവാണെങ്കിൽ കൂടിയും കടന്നു വന്നതിനെയാണ് പത്മകുമാർ പരസ്യമായി വിമർശിക്കുകയും ചെയ്യുന്നത്. വീണ ജോർജ് നമുക്കറിയാവുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു മന്ത്രി കൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. വിമർശനങ്ങൾ ഈ പറയുന്ന N സുകന്യ ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എ പത്മകുമാറിൻ്റെ പരസ്യമായ തുറന്നു പറച്ചിലുണ്ട്. സുജയ, ഇതിൻ്റെ എല്ലാം അപ്പുറം യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് നേരത്തെ തന്നെ വരേണ്ടിയിരുന്ന നേതാവായിരുന്നു പാലക്കാട് നിന്നുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയായ MP രാജേഷ്. നേരത്തെ തന്നെ പാർട്ടി അണികളിൽ ഉണ്ടായിരുന്ന ഒരു ചർച്ച കഴിഞ്ഞ സംസ്ഥാന സമ്മേളന സമയത്ത് വരാതിരിക്കാനാണ്, സെക്രട്ടേറിയറ്റിലേക്ക് വരാതിരിക്കാനാണ് MP രാജേഷിനെ സ്പീക്കറാക്കിയത് എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. ആ സമയത്ത് MP രാജേഷിനെക്കാളും താരതമ്യേന ഒരുപാട് ജൂനിയറായ PK ബിജുവും മുഹമ്മദ് റിയാസും M സ്വരാജും ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് വെറും സംസ്ഥാന സമിതി അംഗമായി MP രാജേഷിനെ തുടരേണ്ടി വന്നത്. ഇപ്പോഴാണെങ്കിൽ ഈ സമ്മേളനത്തിൽ പോലും MP രാജേഷിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് സംശയത്തോടു കൂടിയാണ് ചില ആളുകൾ, പാർട്ടി പ്രവർത്തകർ നോക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പോസ്റ്റുകൾ, പ്രതികരണങ്ങൾ എല്ലാം ചർച്ചയാവുകയാണ്. നേതാക്കളുടെ പ്രതികരണം എന്താകും ഇതിനോട് എന്നതാണ് ആകാംക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുന്നത്. തിരിച്ചെത്താം ഇടവേള.